ഹലോ ഫ്രണ്ട്സ്, ഏതു ജന്മകൽപ്പനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അഞ്ജലി ക്ഷേത്രത്തിലേക്കാണെന്ന് പറഞ്ഞിട്ട് പുറപ്പെടുന്നുണ്ട്. അപ്പോൾ മനോരമയും കൂടെ വരാമെന്ന് പറയുമ്പോൾ അത് വേണ്ട ആൻറ്റി, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറയണേ. അപ്പോൾ നമ്മുടെ മനോരമയ്ക്കാണെങ്കിൽ സംശയം തോന്നിയിട്ട് സെലിൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോൾ സെലിൻ പറയും ആയിരിക്കാം, എൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്ന് പറയാട്ടോ. അപ്പോൾ മനോരമ നമ്മുടെ സെലിനെ ചാരപ്പണി ഏൽപ്പിക്കാണ്. നീ ഒരു കാര്യം ചെയ്യണം, അഞ്ജലി ബേബി എങ്ങോട്ടാ പോയതെന്ന് ഫോളോ ചെയ്യണം എന്ന് പറയുമ്പോൾ സെലിനും അതുപോലെ ചെയ്യാണ്. അതിന് ശേഷമാണെങ്കിൽ അഞ്ജലി കാണാൻ പോകുന്നത് മറ്റാരെയുമല്ല, ശ്യാമിനെ തന്നെയാണ്. ശ്യാമാണെങ്കിൽ അഞ്ജലിയെ കണ്ടതും പെട്ടെന്ന് തന്നെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. കൂടാതെ അഞ്ജലി ആണെങ്കിൽ കരയാണ് കേട്ടോ. നിന്റെ കണ്ണീര് കാണാനല്ല ഞാൻ നിന്നെ വിളിച്ചത്, എങ്കിലും എൻ്റെ ശ്യാമേട്ടാ എന്തൊക്കെയാ നിങ്ങളെ കുറിച്ച് ഞാൻ കേട്ടത് എന്ന് ചോദിക്കുമ്പോൾ, നീ കേട്ടതും കണ്ടതും ഒന്നും സത്യമല്ല, അവള് പറഞ്ഞത് മുഴുവൻ നീ വിശ്വസിച്ചോ? നിന്റെ ശ്യാമേട്ട അങ്ങനെയുള്ള ഒരാളാണെന്ന് നീ കരുതിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ അഞ്ജലി പറയും, കുഞ്ഞനും കൂടി അത് ശരി വെച്ചപ്പോൾ ഞാൻ വിശ്വസിച്ചു പോയി. എന്നെക്കാളും വിശ്വസിക്കേണ്ടത് നിന്റെ അനിയനെ തന്നെയാ. ഇത്രയും കാലം കൂടെ ജീവിച്ചിട്ട് എന്നെ നീ നേരം വണ്ണം ഒന്നും മനസ്സിലാക്കിയത് പോലും ഇല്ലല്ലോ അഞ്ജലി എന്ന് പറയുമ്പോൾ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അഞ്ജലി. എന്നെങ്കിലും നീ സത്യം മനസ്സിലാക്കും, അതുവരെ നീയും കുഞ്ഞും സുരക്ഷിതമായിരിക്കണം എന്നേ എനിക്കുള്ളൂ. ശരിയാ രാജകുമാരി, അത്രയും വലിയൊരു ആപത്തിന് മുൻപിൽ തന്നെയാ നീ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നീ മാത്രല്ല, നിന്റെ കുഞ്ഞനും ശ്രുതിയും പ്രീതിയും നീ വിചാരിക്കുന്ന പോലെ അത്ര നല്ലവരല്ല. ശ്രുതി പറഞ്ഞിട്ട് അവരുടെ അമ്മായിയുടെ കേസിൽ ഞാൻ ഇടപെട്ടു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ശ്രുതി പറയുന്നത് പോലെ ഞാൻ അവളെ വിവാഹം കഴിക്കാനോ അവരുടെ വീട്ടിൽ പെയിൻ ഗസ്റ്റ് ആയിട്ട് താമസിക്കുകയോ ചെയ്തിട്ടില്ല. ശ്രുതിയെ ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു പോലും എനിക്കെന്താ ഭ്രാന്തുണ്ടോ? അവളെക്കാൾ സുന്ദരിയും സ്നേഹനിധിയും സമ്പത്തും ഉള്ള ഒരാൾ തന്നെയാണ് എൻ്റെ ഭാര്യ. പിന്നെ ഞാൻ എന്തിനാ അവളെ കല്യാണം കഴിക്കണം? ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന തലയ്ക്ക് വട്ടുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഞാൻ തീരുമാനിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടല്ലോ രാജകുമാരി. നോക്ക് രാജകുമാരി, ശ്രുതിയെയും പ്രീതിയെയും നീ നന്നായിട്ട് സൂക്ഷിക്കണം. അവർ ആ വീടിന്റെ അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാ. അതിനുവേണ്ടി അവരുടെ ആദ്യത്തെ നീക്കമായിരുന്നു അവിടെ നിന്ന് പുറത്താക്കുക എന്നുള്ളത്. അടുത്ത ലക്ഷ്യം നീയാണ്. നീ കഴിഞ്ഞ ആകാശ്, പിന്നെ മനോരമ ആൻറ്റി, അങ്ങനെ ഓരോരുത്തരെയും അവരവിടുന്ന് പുറത്താക്കും. ഒടുവിൽ സായിറാം കുടുംബത്തിന്റെ സ്വത്ത് മുഴുവൻ അവരുടെ കയ്യിൽ എന്ന് പറഞ്ഞു കൊടുക്കട്ടെ ശ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.